ഒരു 10 ഉറുപ്പ്യ തന്നാളാന്ന് പറഞ്ഞു. അങ്ങനെ 10-ന് കച്ചവടം ചെയ്ത് പോന്ന്. മാസം 4 എണ്ണം കഴിഞ്ഞിട്ടും ഇതുവരെ 6 ലിറ്ററിൻ്റെ അപ്പുറം കണ്ടിട്ടില്ല ഉസ്താദേ. മനസ്സിലായില്ല. ഇവിടെ ഇപ്പം സത്യത്തിൽ എന്തുണ്ടായതെന്നറിയോ? അയാൾക്ക് എന്ത് കിട്ടി? ഈ ഒരൊറ്റ ജമാഅത്ത് കൊണ്ട് ഇത് 5 ഉറുപ്പ്യ വിലയുള്ള സാധനമാണ്. ഒരു ജമാഅത്തിനാണ് എത്ര കിട്ടിയത്? 5000 ഉറുപ്പ്യ. അല്ലോ മനസ്സിലാക്കണം. ഈമാൻദാരിയെ ബോധ്യപ്പെടുത്തുക. ഒരിക്കലും അത് വളരെ ശരിക്കും കച്ചവടക്കാർ സ്ഥിരം ചെയ്യുന്നതാണ്. ഈമാൻദാരിയെ അത് വളരെ ചിന്തിക്കണം. ഈമാൻദാരിയെ ബോധ്യപ്പെടുത്തുക. ഞാൻ ഈമാൻദാരിയാണെന്ന് മറ്റവന് തോന്നിപ്പിക്കുക. നമ്മൾ ദിക്റിയല്ല. നമ്മളൊരു സാധനം കച്ചവടത്തിൻ്റെ നേരത്ത് നമ്മൾ എന്ത് ചെയ്യുക? വിൽക്കാൻ വേണ്ടി മറ്റാൾ വന്നാൽ നമ്മളിങ്ങനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സലുക്കൽ ജന്ന. മറ്റാൾ വിചാരിക്കും പഠിച്ചോനെ ദിക്റൊക്കെ നല്ലോണം ചെയ്യുന്ന ആളാണല്ലോ റബ്ബേ എന്ന്. അത് മറ്റാൾ വാങ്ങിപ്പോവുക. സത്യത്തിൽ അരക്കായിക്ക് പറ്റാത്ത സാധനമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ സർവ്വസാധാരണയാണ്. അതുകൊണ്ടാണ് ഇവന്റെ ഈമാൻദാരിയെ കാണിക്കാതിരിക്കുക. ഞാനൊരു ഈമാൻദാരിയാണെന്ന് വേറൊരാളെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക. ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഇന്ന തുജ്ജാറഹുമുൽ ഫുജ്ജാർ. കച്ചവടക്കാർ തന്നെ തമ്മാടികൾ, കച്ചവടക്കാർ തന്നെ തമ്മാടികൾ. ഫഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് അലൈസ ഖദ് അഹല്ലല്ലാഹുൽ ബൈഅ. കച്ചവടം അല്ലാഹു ഹലാലാക്കിയിട്ടില്ലേ നബിയെ? പിന്നെ എങ്ങനെ കച്ചവടക്കാർ തമ്മാടികൾ എന്ന് നിങ്ങൾ പറഞ്ഞത്? ഫഖാല നബിയു, ഹബീബായ റസൂൽ പറഞ്ഞു, കച്ചവടം അല്ലാഹു തആല ഹലാലാക്കിയിട്ടൊക്കെ ഉണ്ട്. വലാകിന്നകും യഹ്ലിഫൂന, പക്ഷേ നിങ്ങൾ കച്ചവട നേരത്തെ എന്ത് ചെയ്യും? സത്യം ചെയ്യും. വയഹ്ലിമൂന, കുറ്റക്കാരാകും. വയുഹദ്ദിസൂന വയക്ദിബൂന, വർത്താനം പറഞ്ഞാൽ കളവ് പറയും. അതുകൊണ്ടാണ് അപ്പോൾ കച്ചവടക്കാർ തമ്മാടികളായുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? സത്യം പറയാ, കളവ് പറയാ. സത്യം ചെയ്ത് പറയാ, എന്തു പറയാ? കളവ് പറയാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. റബ്ബേ, വല്ലാത്തൊരു ഹദീസ് കേട്ടോളൂ. ഒരു ഹദീസ് അൻ ഇബ്നു മസ്ഊദിൻ ഖാല, കേട്ടോളൂ കേട്ടോ ഒരു ഹദീസ്. അൻ ഇബ്നു മസ്ഊദിൻ ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹലഫ അലാ മാലിൻ മുസ്ലിമിൻ ബിഗൈരി ഹഖ്ഖിഹി. അനർഹമായ ഒരാളുടെ ധനം കൈക്കലാക്കാൻ വേണ്ടി ഒരാൾ സത്യം ചെയ്ത് പറഞ്ഞാൽ അള്ളാന്റെ കോടതിയിൽ അള്ളാഹു ദേശക്കാരനായി നിൽക്കുന്നതല്ലാതെ അവൻ കാണുകയില്ല. ശ്രദ്ധിക്ക്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വേറൊരാളുടെ ഇങ്ങോട്ട് നോക്ക് വേറൊരാളുടെ മുതൽ നമ്മളെ കയ്യിലാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? സത്യം ചെയ്താൽ അള്ളാന്റെ കോടതിയിൽ അള്ളാഹു ദേഷ്യപ്പെട്ടല്ലാതെ നമ്മളെ അഭിമുഖീകരിക്കുകയേ ഇല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇന്നല്ലദീന യസ്തറൂന ബിഅഹദില്ലാഹി വഇമാനിഹിം സമനൻ ഖലീല ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ വലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻളുറു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. കച്ചവടക്കാർ സത്യം ചെയ്തതിനുള്ള ദോഷം പറഞ്ഞിട്ട് ആല ഇമ്രാനിലെ 77-ാമത്തെ ആയത്തോടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള കച്ചവടക്കാർ എന്തൊക്കെ സുഹൃതം ചെയ്തു പോയാലും ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ, പരലോകത്ത് ഒന്നും അവർക്ക് ബാക്കിയുണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമിന്റെ വേറെ ഹദീസ്, മൻ യഖ്തദാ ഹഖ്ഖംരിൻ മുസ്ലിമിൻ ബിയമീനിഹി, ഒരാൾ മറ്റൊരാളുടെ ധനം സത്യം ചെയ്ത് കൈക്കലാക്കിയാൽ ഖദ് ഔജബല്ലാഹു ലഹുന്നാറ, ഒരാൾ സത്യം ചെയ്ത് വേറൊരാളുടെ ധനം കൈവശപ്പെടുത്തിയാൽ, അനർഹമായി സത്യത്തിലൂടെ കൈവശപ്പെടുത്തിയാൽ ഖദ് ഔജബല്ലാഹു ലഹുന്നാറ, നരകം അല്ലാഹു അയാൾക്ക് നിർബന്ധമാക്കുന്നതാണ്. അയാൾ നരകക്കാരനായിരിക്കും. വഹറമ അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹു തആല അയാൾക്ക് ഹറാമാക്കുകയും ചെയ്യും. ഫഖാല, അപ്പോൾ ഒരാൾ ചോദിച്ചു ഇൻ കാന ശൈഅൻ യസീറൻ യാ റസൂലല്ലാഹ്. ശ്രദ്ധിക്കണേ നബിയെ, ഒരാളൊരു നിസാര കാര്യത്തിന് വേണ്ടിയാണ്, ചെറിയ കാര്യത്തിനാണ് സത്യം ചെയ്തതെങ്കിലോ? അപ്പോൾ പറഞ്ഞു വഇൻ കാന ഖലീബൻ മിൻ അറാഖിൻ, ഒരറാഖിന്റെ കഷ്ടത്തിന് വേണ്ടി സത്യം ചെയ്താൽ പോലും. മനസ്സിലായില്ലേ? സത്യം ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഒരു അറാഖിന്റെ ഘട്ടത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അള്ളാഹു അവന് നരകം നിർബന്ധമാക്കുകയും സ്വർഗം ഹറാമാക്കുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കുന്നില്ല, ഒരുപാട് ഹദീസുകളുണ്ട് ആ വിഷയത്തിലൊക്കെ, ചിന്തിക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം? നജിസ് എന്നൊരു പരിപാടി ഉണ്ട് കച്ചവടത്തിൽ. ആ പ്രവർത്തനവും ഹറാമാണ്. നജിസ് എന്നാൽ ആളെ നിർത്തുക. ശ്രദ്ധിക്കുക, അത് ചിലപ്പോൾ ദല്ലാലിയും ചെയ്യും, ദല്ലാൾ ചെയ്യും, അല്ലാത്തവർ ചെയ്യുക. ആളെ നിർത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു സിലാത്തിനെ പറ്റി വല്ലാതെ എന്ത് ചെയ്യുക? മദ്ഹ അങ്ങനെ പറയിപ്പിക്കുക. ഹറാമാണ്, ഹറാമാണ്. ആ കച്ചവടവും ഹറാമാണ്, അതിൻ്റെ ലാഭവും ഹറാമാണ്, ആ ഏർപ്പാടും ഹറാമാകുന്നു. മനസ്സിലായില്ലേ പറഞ്ഞത്? നജിസ് എന്നാൽ ഒരു തരം നജസ് തന്നെയാണ്. നജിസ് എന്നാൽ ഇത്വാലത്ത് ചെയ്യുക. ഫിൽ മദ്ഹിൽ, മദ്ഹിൽ അങ്ങനെ ഇത്വാലത്ത് ചെയ്യുക, അങ്ങനെ മദ്ഹ് ചെയ്യുക. ഒരാൾ ഇവിടെ അങ്ങനെയാണ്, ഇവിടെ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ഒരു ഭൂമി ഒരു 10 സെൻറ്റ് ഒരാൾ എടുത്തു ഒരു 50,000 രൂപക്ക്. പിന്നെ അവർ വിൽക്കാൻ വെച്ച് 1,00,000 രൂപ. എന്നിട്ട് ഇടയിൽ ഒരാൾ നിൽക്കുക. അയാൾ പറയാം ഇവിടെ അങ്ങനെയാണ്, സ്റ്റേറ്റ് ഹൈവേ ഇതിലെ വരാൻ സാധ്യതയുണ്ട്, മറ്റേ ആൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മറ്റത് പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് റോഡ് വരാൻ പോകുന്നുണ്ട്, എയർപോർട്ടിലെ ആളുകൾക്ക് പിന്നെ പാർക്കാൻ പറ്റിയ സ്ഥലം നോക്കിയിട്ട് അവർ അന്വേഷിക്കുന്നുണ്ട്, 10 സെൻറ്റ് കിട്ടിയാൽ മിക്കവാറും ഇവിടെ ആവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അങ്ങോട്ട് പറയാൻ തന്നെ അങ്ങോട്ട് പറയുന്ന. അതിന് ആളാണ് നിർത്തുക. പഴയ കാലത്ത് ആനമയിലൊട്ടകം കളിക്കുന്നവരെ ഇങ്ങനെ ആളെ നിർത്തുക കഥ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഞാൻ ചെറുതായി വലുതായതാണല്ലോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എങ്ങനെ കാസിം ഇത് അറിഞ്ഞു? അതെന്ത് ചെയ്യുക? അതേപോലെ തന്നെ ഉണ്ട് ചില കളികളുണ്ട്. എന്ത്, ഞാൻ കുട്ടിക്കാലത്തൊക്കെ കണ്ടിരുന്ന കളികളുണ്ട്. എന്ത്, ഒരിടത്തന്നെ കുത്തിയാൽ പൈസ പറഞ്ഞാൽ കുത്തിയാൽ അതിന് ആളെ നിർത്തുക. അവർ ആ കുത്തിയാൽ അവിടെ അയിമ പൈസ കിട്ടും ഇല്ലേ? അങ്ങനല്ലേ? നാടകുത്ത് അതിന് ആളുണ്ടാവും. അയാൾ ഇതിങ്ങനെ കുത്തിയിട്ട് പൈസ ഇങ്ങനെ 100 ഇങ്ങനെ വാങ്ങുന്നത് നമ്മൾ കാണും. ഇത് തിരക്കടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇരുന്നാൽ അള്ളാന്റെ തൗഫീഖോടുകൂടെ കാലിച്ചായക്ക് പോലും ബാക്കിയില്ലാതെ അവിടുന്ന് പോണ്ടി വരും. ഈ ആളോ ഈ കുത്തിയാളോ ധാരണ്യാണ്, ഇതതിൻ്റെ ആളാണ്. ഒരാളെ നിർത്തുക എന്നതുപോലെ കച്ചവട വസ്തുവിനെ അങ്ങനെ മദ്ഹ് ചെയ്യാൻ വേണ്ടി ആളെ നിർത്തുക, ആ പ്രവർത്തനം ഹറാമാണ്. വല്ലാതെ വരും, വല്ലാതെ ഇതങ്ങനെ പെരുപ്പിക്കാം. മദ്ഹിനെ ഇതെങ്ങനെ പറയാ? ഇതിങ്ങനെയാണ്, സാധനം എങ്ങനെയാണ്? പണ്ടും ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. വേണമെങ്കിൽ എടുത്താൽ മതി, യാ അല്ലാഹ്, കഴിഞ്ഞു. അവൻ്റെ തൊഴിലേർപ്പെടുക. കുറച്ച് പരുഷതയാണെന്ന് തോന്നിപ്പോയാൽ പോലും അത് തന്നെയാണ് സത്യത്തിൽ അതിൻ്റെ രീതി. ചുരുക്കത്തിൽ വളരെ ശ്രദ്ധിക്കുക. ഇത് വളരെ നജസ്, അത് വളരെ ആ കച്ചവടക്കാരനും ഹറാമായ കച്ചവടമാണ് എന്ന് മാത്രമല്ല, അതിന് നിൽക്കുന്ന ആള് പോലും ഹറാമിന്റെ പ്രവർത്തനം ചെയ്യുകയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കുക, കച്ചവടമാണെന്ന് കരുതി പലിശയാവുക, കച്ചവടമാവുക പക്ഷേ പലിശയാവുക. വളരെ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. ഇനി കുറച്ച് പണിയുണ്ട്, നല്ലോണം കണ്ണെൻ്റെ കയ്യിൽ നിന്ന് എടുക്കരുത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാം. കച്ചവടാന്ന് വിചാരിക്കുക, പക്ഷെ പലിശയാവും. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പലിശ തൊട്ടത് മുഴുവനും അള്ളാഹു തകർത്ത് കളയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പലിശ തൊട്ടത് മുഴുവനും അള്ളാഹു തകർത്ത് കളയും. കച്ചവടാന്ന് വിചാരിക്കും, പക്ഷെ പലിശയാവും. ഒരു വകുപ്പ് എന്നറിയോ? ഒരാളൊരു ജ്വല്ലറി കൂടുക, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ചേരുക, 1 ലക്ഷം കൊടുക്കുക, 5 ലക്ഷം കൊടുക്കുക, അല്ലെങ്കിൽ ഹാക്കറ വഹാക്കറ ഏതെങ്കിലും ഒരു കച്ചവടത്തിന്